ഹലോ, നമസ്കാരം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പെസഹ വ്യാഴമാണ്. പെസഹ വ്യാഴം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ലോകത്തുള്ള എല്ലാവർക്കും പെസഹ വ്യാഴം എന്ന് പറയുമ്പോൾ എളിമപ്പെടലിൻ്റെ ദിവസമാണ് അല്ലേ. എളിമപ്പെടലിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും അർഹതപ്പെട്ട ഒരാൾക്ക് എന്ന് വെച്ചാൽ വിശുദ്ധ ഗ്രന്ഥങ്ങളെല്ലാം പറയുന്നത് അനാഥരെയും അഗതികളെയും ഒക്കെയാണ് പറയുന്നത് അല്ലേ, പാപം ചെയ്തവരെയൊക്കെ മാറ്റി നിർത്താതെ. അപ്പോൾ ഏറ്റവും എളിയവരിൽ ഒരുവൻ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിൻ്റെ യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ട പള്ളികളിലും അല്ലെങ്കിൽ വിശ്വാസികളും എല്ലാം പെസഹ വ്യാഴത്തിൻ്റെ ആ ഒരു എളിമപ്പെടലിൻ്റെ ദിവസമായിട്ടൊക്കെ ആചരിക്കുന്ന ദിവസം. എല്ലാവരും എളിമപ്പെടലൊക്കെ ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ എളിമപ്പെട്ടോ എന്നും എനിക്കറിഞ്ഞൂടാ. ഞാൻ ആദ്യം തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഭയങ്കര ഒരു സംഭവമാണ്, ഞാനൊരു പെർഫെക്ഷനിലുള്ള ഒരാളാണ്, എന്നെ കണക്ക് നല്ല സ്വഭാവമുള്ള ആരുമില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് പറയേണ്ടത്, സത്യമായിട്ടും അത് പറയേണ്ടത് എനിക്കൊപ്പം നിൽക്കുന്ന മനുഷ്യരാണ്. അവരിതിൽ കമൻ്റായിട്ട് എഴുതണം ഞാൻ എന്താണെന്ന്. ഞാനൊരു ഭയങ്കര ഒരു സംഭവമാണ്, ഞാനൊരു എൻ്റെ പഞ്ചായത്തിൽ തന്നെ ഞാൻ ഒരു നല്ല ഒരാളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പക്ഷേ ആരെയും ദ്രോഹിക്കുകയോ ആരെയും വേദനിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവരുടെയൊക്കെ തെറ്റിന് അവരൊക്കെ വേദനിച്ചാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ലാന്ന് വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ മനസ്സാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്യാത്ത ഒരാളാണ്. പക്ഷേ ഒരു എളിമപ്പെടലെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്തോ എന്നുള്ളതാണ്. ഞാനൊരു ഡിസബിലിറ്റി ഉള്ള ഒരാളാണ്, അറിയാലോ, വീൽ ചെയറിലാണ്. അപ്പോൾ വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരാളിന് എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ അല്ലേ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നല്ല വാക്കുകളായിട്ടും ഒക്കെ ഞാൻ പറയും. പണ്ട് എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിലുള്ള ആരോട് ഞാൻ പറയുന്നത് കേട്ടോ. വീഡിയോ ആരെങ്കിലും എൻ്റെ കുടുംബത്തിലുള്ളവരെ ഞാൻ ഈ ഇടയ്ക്കൊരു റീൽസ് കേട്ടതാണ്. കുടുംബത്തിലുള്ളവരൊന്നും വീഡിയോ കാണില്ലത്, അവർക്കൊന്നും വീഡിയോ കാണുന്നതിനോട് താല്പര്യമില്ല, അവർക്കൊന്നും എൻ്റെ വീഡിയോ കാണുന്നതിനോടൊന്നും താല്പര്യമില്ല. മറ്റു കാര്യമുള്ള ആ വീഡിയോ ഒക്കെ ഇരുന്ന് കുത്തിയിരുന്ന് കാണുമ്പോൾ ഇതിൽ അവളല്ലേ പറയുന്നത്, അവൾ പറയുന്നത് എന്തെങ്കിലും കാണാനെന്നൊക്കെ വിചാരിച്ചിട്ട് ആരും കാണാറില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഒറ്റ മനുഷ്യൻ പോലും കമൻറ്റ് പോലും ഇടൂല. എന്നിട്ട് മാറിയിരുന്ന് അവൾ അത് ചെയ്തല്ലോ, അവിടെ പോയല്ലോ ഇവിടെ പോയല്ലോ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ. അപ്പം എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരോടും സ്നേഹവുമാണ്. ഒരു മനുഷ്യൻ്റെ അടുത്ത് പോലും വെറുപ്പുമില്ല, ഒരു മനുഷ്യൻ്റെ അടുത്ത് പോലും സ്ഥിരമായിട്ടൊരു ദേഷ്യവും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, അവരവരുടെ ഭാഗത്ത് നിന്നാണ് സംസാരിച്ചിട്ടുള്ളത്. അവരുടെ ശരിയാണ്, എനിക്ക് എൻ്റെ ശരിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഞാൻ ഒരു കുടാട്ടറാണ് സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ ഭാഷയിൽ പറയാനുണ്ടാവും തോന്നിയിട്ട്. പക്ഷേ എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും കാണുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടെ പറയാൻ ശ്രമിക്കുന്നത് അവരോട് എന്നെ കേൾക്കുന്ന എല്ലാവരോടുമായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ എളിയവരിൽ ഒരുവന് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നതെന്ന് പറഞ്ഞ യേശുക്രിസ്തുവിൻ്റെ ഈ ഒരു ദിവസം എനിക്ക് ഭയങ്കരമായിട്ട് പെസഹ വ്യാഴമൊക്കെ പണ്ടൊക്കെ ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനമൊക്കെ കൂടിയിട്ടുള്ള ഒരാളാണ്. ധ്യാനം കൂടാനൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് ഒരു മടിയില്ല എന്ന് പറയാൻ. അപ്പോൾ എനിക്ക് ഈ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഈ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും കളിയാക്കുമായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ ഇനി പോയി പ്രാർത്ഥിക്കുന്നു, നാണമല്ലേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, കോപ്രായങ്ങളെന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഒരു അവസ്ഥയിൽപ്പെടുന്ന ആൾക്കാർ, ഇപ്പം ഞാൻ ഇങ്ങനെ പോളിയോയൊക്കെ വന്ന് ഞാൻ വീൽ ചെയറിലൊക്കെ ആയതുകൊണ്ടാണ് എൻ്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞമ്മമാരും ഒക്കെ എൻ്റെ വീട്ടിലുള്ളവർ എന്നെ ഇങ്ങനെ കൊണ്ടുപോകണം. അവരെന്തിനാണ് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും നടക്കട്ടെന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുപോകണം. അപ്പം അങ്ങനെയൊക്കെ എനിക്കിപ്പോൾ തോന്നുന്നത് ഏറ്റവും വളരെ വിഷമാവസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യരാണ് കൂടുതലും ഇങ്ങനെയൊക്കെ പോകുന്നത്. പിന്നെ ആവശ്യങ്ങളാണ്, ദൈവത്തോട് പറയാൻ ഇവർക്കെല്ലാം ആവശ്യങ്ങളാണ്. എനിക്ക് കാറ് തരണേ, എനിക്ക് വീട് തരണേ, എനിക്ക് UK പോകാൻ പറ്റണേ. ഞാൻ ഇങ്ങനെ സ്റ്റാറ്റസൊക്കെ കാണാം, അല്ലെങ്കിൽ ഞാൻ ആൾക്കാർ എഴുതിയൊക്കെ കാണാം, അവിടെ പോയി ധ്യാനം കൂടിയാൽ അല്ലെങ്കിൽ അവിടെ പോയാൽ ഇവിടെ പോയാൽ പ്രാർത്ഥിച്ചാൽ ലണ്ടനിൽ പോകാൻ പറ്റും, കല്യാണം നടക്കുന്നല്ല, അങ്ങനെയൊക്കെ. ഇതിപ്പോൾ നമ്മൾ എങ്ങ് പോയില്ലെങ്കിൽ നടക്കും, പോയാലും നടക്കും. പോകുമ്പോൾ നമ്മളെ നവീകരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ എടുത്താൽ മതി, അമിത വിശ്വാസമൊക്കെ വേണമെങ്കിൽ എടുത്താൽ മതി. അതുകൊണ്ട് ഒരു വിശ്വാസത്തെയും തള്ളി പറയാനൊന്നും എനിക്ക് താല്പര്യമില്ല. അതൊരു എല്ലാവരെയും സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നതൊന്നുമല്ല, നമ്മളത് പെർഫെക്റ്റ് ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരെയൊക്കെ കുറ്റം പറയുന്നത് എന്തോന്നിനി എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പെസഹ വ്യാഴവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. ആ കൂട്ടത്തിൽ ഞാൻ ഇതിങ്ങനെ ആലോചിക്കുന്ന വീഡിയോ ആയതുകൊണ്ട് എല്ലാവരും ഒന്നും കാണുന്നില്ല, അതെനിക്കറിയാം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ എൻ്റെ ഡിമിത്രയുടെ ആഭരണങ്ങളാണ് ധരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ടെമ്പിൾ വർക്കുണ്ട്, അല്ലാതെ ഇത് ടെമ്പിൾ വർക്കൊന്നുമല്ല, സോറി, ഇത് ടെമ്പിൾ വർക്കാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിന് ചേരുന്നൊരു ഡ്രസ്സൊന്നും അല്ല ഇപ്പോൾ എടുത്തിട്ടിരിക്കുന്നത്. ചേരുന്ന ഡ്രസ്സൊന്നും ഞാൻ അല്ല ഇപ്പോൾ ഇട്ടേക്കുന്നത്. ഞാനിപ്പോൾ അവിടെ ഇരുന്നത് ഞാൻ ഇട്ട ഡ്രസ്സ്
പിന്നെ അതിൻ്റെ കൂടെ ഒരു മാലയും ഒരു കമ്മലും ഒക്കെ എടുത്തിട്ട് കാണിക്കുകയാണ് കേട്ടോ. ഇന്ത്യയിൽ എല്ലായിടത്തേക്കും നമ്മൾ ഇത് അയച്ചു കൊടുക്കും. ഇത് സാരിയുടെ കൂടെയൊക്കെ ധരിക്കുന്ന മാലയാണിത്. പിന്നെ നല്ല ലെങ്ത് ഉണ്ട്. ഞാൻ പിടിച്ചിങ്ങനെ വെച്ചിരിക്കുന്നതാണ്, ബാക്ക് ചെയിൻ വെച്ച്. പിന്നെ നല്ല കമ്മലാണ്, നല്ല മാലയാണ്. പിന്നെ ഇതിൻ്റെ വില വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് 600 രൂപയാണ് ഇതിൻ്റെ വില. ഈ മാലയും ഈ കമ്മലും കൂടെ ഒരു കുഴപ്പമില്ല. ഇത് കുറേ കാലം ഇടാൻ പറ്റും എന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. പിന്നെന്താ, പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ യൂട്യൂബിലെ വീഡിയോകളൊക്കെ എടുത്തിട്ട് യൂട്യൂബിൽ ഇരുന്ന് സ്ഥിരമായിട്ട് വീഡിയോകളൊന്നും എല്ലാ വീഡിയോകളൊന്നും ഇരുന്ന് കാണില്ല. കാരണം എനിക്ക് പലതരത്തിലുള്ള ജോലികൾ കാണും. ഓൺലൈനിൽ തന്നെ എനിക്ക് ജോലികൾ കാണും. അപ്പോൾ എപ്പോഴും വീഡിയോ ഞാൻ ഒരു സമയമുണ്ട് വീഡിയോയൊക്കെ കാണുന്നത്. അപ്പോൾ ആ സമയത്തിരുന്നാണ് ഞാൻ വീഡിയോകളൊക്കെ കാണുന്നത് കേട്ടോ. അപ്പോഴാണെങ്കിൽ പിന്നെ ചില വീഡിയോകളുണ്ട് പിണങ്ങിയിരുന്നവർ ഒന്നിക്കുന്നതും അത് ലക്ഷങ്ങൾ വ്യൂസൊക്കെ വരുന്നതും പിണങ്ങുന്നതും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനാൾക്കാർ റിയാക്ഷൻ വീഡിയോ ഇടും. അപ്പോൾ ചിലർ റിയാക്ഷൻ വീഡിയോകൾ കാണുമ്പോൾ ഞാൻ വിചാരിക്കുകയെ ഇവരെന്തിനിങ്ങനെയൊക്കെ പറയുന്നത്, എല്ലാ കാര്യവും അറിഞ്ഞുകൂടാതെ ചിലർ പറയുന്നവരുണ്ട്. സ്വന്തം ഊഹാഭോഗങ്ങൾ വെച്ചിട്ട് സംസാരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെയുള്ളവരെ എനിക്കറിയാം കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞു വന്നത്, അപ്പോൾ യൂട്യൂബിലൊക്കെ ഈ വീഡിയോ ഇടുന്ന ആൾക്കാരൊക്കെ പിന്നെ അവരുടെ വരുമാനമാണ്, അവർ കഷ്ടപ്പെട്ടിട്ടാണ്. അപ്പം എന്നോട് പറയും ചുമ്മാ ഇരുന്ന് പൈസ സമ്പാദിക്കുന്നു എന്ന് പറയും. ചുമ്മാ ഇരുന്നിട്ടൊന്നും അല്ല, നല്ലപോലെ ജോലി എടുക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ എടുത്താലും അതിൻ്റെ പിന്നിൽ കുറേ ജോലികൾ കൂടെയൊക്കെ ഉണ്ട്. അപ്പം ഞാനൊക്കെ പിന്നെ എൻ്റെ ഈ മൊബൈൽ വെച്ചിട്ടൊക്കെ എടുക്കുന്ന വീഡിയോകളാണ്. ഈ വ്യൂസ് നല്ല കുറവാണ്. എന്നാൽ കാലം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു വ്യൂസ് കുറവാണെന്ന്. യൂട്യൂബിലെ വീഡിയോ ഇടയിൽ ഞാൻ മിക്കവാറും നിർത്തും. ഫേസ്ബുക്കിൽ ഒക്കെ മാത്രമേ ഞാൻ ഇടുള്ളൂ കേട്ടോ. യൂട്യൂബ് എൻ്റെ അടുത്ത് ഞാൻ പിണങ്ങും മിക്കവാറും. അപ്പോൾ പറയാൻ വന്നൊരു റിയാക്ഷൻ വീഡിയോയെക്കുറിച്ചാണ്. ഒരു പെൺകുട്ടി, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ നോക്കി വെറുതെ റീൽസ് കാണുന്ന ഒരു സ്വഭാവം ഉണ്ട് എനിക്ക്. ഒരു സമയം ഒരു അരമണിക്കൂറൊക്കെ ചുമ്മാ റീൽസ് കാണും. എനിക്കിഷ്ടപ്പെടുന്ന റീൽസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു പെൺകുട്ടി പിന്നെ ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ പോയി കാണുകയും ഒക്കെ ചെയ്യുന്നൊരു പെൺകുട്ടി. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ അവളുടെ വീഡിയോ ഇപ്പോൾ ഭയങ്കര വൈറലാണ്. അവൾ അമേരിക്കയിലൊരു വീട്ടിൽ പോയി ഒരു 70 വയസ്സായ മലയാളിയായ ഒരു അമേരിക്കൻ താമസമാക്കിയ ഒരു മനുഷ്യൻ്റെ കൂടെ അപ്പോൾ വീഡിയോ ഒക്കെ പറയുന്നുണ്ട് പേരൊക്കെ. അപ്പോൾ ഞാൻ പേരൊന്നും പറയുന്നില്ല. ഇവിടെ പോയി അവളിങ്ങനെ എല്ലാ രാജ്യങ്ങളിലൊക്കെ പോകണം, എല്ലാവരുടെയും കൂടെയൊക്കെ പോകണതാണ്. പോയി അവിടെയൊക്കെ താമസിക്കുകയും ഒക്കെ ചെയ്യും. ഒക്കെ പേടിയൊന്നുമില്ല, ധൈര്യശാലിയാണ്, കുഴപ്പമില്ല, അതൊക്കെ അവരുടെ ഇഷ്ടം. പക്ഷേ ഒരു വീട്ടിൽ പോയി താമസിച്ചിട്ട് അവർ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞ് ഇൻസ്റ്റയിൽ ഒരു റീൽസ് ഇട്ടതാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോഴാണെങ്കിലുണ്ടല്ലോ ആ കുട്ടി ഇങ്ങനെ പറയാണ് എന്നെ ഇറക്കി വിട്ടു, കരയാണ്. അപ്പോൾ എനിക്ക് കുട്ടിയെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് പാവം തോന്നി. കാരണം എൻ്റെ വീട്ടിലെ പിള്ളേരുടെ പ്രായം, എൻ്റെ വീട്ടിലെ എൻ്റെ അനിയത്തിയെ പോലെയൊക്കെ അനിയത്തിമാർ അല്ലെങ്കിൽ എൻ്റെ മക്കൾ ഒക്കെ അവരെയൊക്കെ പ്രായം. അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടു ഈ കൊച്ചിങ്ങനെ കരയും. എനിക്ക് വിഷമം തോന്നി, രാത്രി ഇന്ന് കരയെന്ന് ഇറക്കി വിട്ടെന്നൊക്കെ പറഞ്ഞു. എന്താണ് കഥയെന്നൊന്നും പറഞ്ഞുകൂടാ. പിറ്റേന്ന് തൊട്ട് യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോ ഞാൻ കാണുന്നൊരു പിന്നെ സ്ഥിരം കാണുന്ന ഒരു ആളുണ്ട്, മൂപ്പൻസ് വ്ലോഗ്. അപ്പോൾ അവരാണ് ഇങ്ങനെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഈ കുട്ടി വെറുതെ പറഞ്ഞതാണ്, ഒരു വീട്ടിൽ പോയി ഹോസ്റ്റലിൽ താമസിച്ച് പിന്നെ അപ്പോൾ അവർ ഇറങ്ങി പോകാൻ പറഞ്ഞ കാരണം മാറി താമസിക്കണം, ഇവിടെ താമസിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു ചെറുമകൾ. അപ്പോൾ എനിക്കതിനൊന്നൊരു മെസ്സേജ് എനിക്ക് നിങ്ങളുടെ അടുത്ത് എൻ്റെ വീഡിയോ കാണുന്നവരടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീട്ടിലും ഒരിടത്തും അയൽവക്കത്തൊരു ചോറുണ്ട് അതില്ലാതാക്കരുത് എന്ന് പറയുന്നത് പോലെ ഒരു വീട്ടിലും ഒരു ദിവസം പോയി താമസിക്കരുത്. അത് ശരിയല്ല. അങ്ങനെ ഒരവസ്ഥ വന്നാൽ, ഏതെങ്കിലും തരത്തിൽ നമുക്കൊരവസ്ഥ വന്നാൽ മാത്രം നമ്മളിപ്പോൾ ഒരു യാത്ര പോകുന്നു, ഒരു ദിവസത്തെ തങ്ങണം, അങ്ങനെ പോലും എനിക്കിഷ്ടമല്ല. നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ എനിക്ക് കംഫർട്ടായിട്ടുള്ളത് എൻ്റെ വീട്ടിൽ മാത്രമേ, എന്നെ പോലെ ഒരാളായതുകൊണ്ട് വീഴ്ചയെല്ലാം കഴിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ മാത്രമേ എനിക്ക് പറ്റത്തുള്ളൂ കേട്ടോ. എൻ്റെ ഒരു വീട്ടിൽ പോയാൽ എനിക്ക് പറ്റാത്തുള്ളൂ. എൻ്റെ പിന്നെ കുഞ്ഞമ്മമാരുടെ വീട് എനിക്ക് ആ കുഴപ്പമൊന്നുമില്ല, എനിക്ക് പറ്റത്തില്ല അവരെയൊക്കെ വീട്ടിൽ. പക്ഷേ അവരുടെ വീടുകളിൽ ആണെങ്കിൽ പോലും ഒരു ദിവസം കഴിയുമ്പോൾ അവർക്കൊക്കെ മടുക്കും. കാരണം ഏത് മനുഷ്യനായാലും അങ്ങനെ ആയിരിക്കും ഇല്ലേ. പക്ഷേ ഞാനൊരു കാര്യം പറയണ്ടേ, എനിക്ക് എൻ്റെ കുഞ്ഞമ്മമാരും മക്കളും ഒക്കെ വന്നിരിക്കുന്നത് എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞത് അവിടെ ചെന്നിട്ട് അവരുടെ കാര്യങ്ങളിൽ ഇടപെടുക, വഴക്കുണ്ടാക്കുക, അല്ലെങ്കിൽ ഓവർ സ്മാർട്ട് കാണിക്കുക, സ്വാതന്ത്ര്യം കാണിക്കുക ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ഇപ്പം എല്ലാ കുടുംബങ്ങളിലും ഒരു പ്രശ്നങ്ങളുണ്ടാവും. എല്ലാ കുടുംബങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. ഒന്നുകിൽ ബാധ്യതകളുടെ പേരിലുള്ള പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ ആ വീട്ടിലെ ഒരാൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള ആളായിരിക്കും. കാരണം ചില പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളായിരിക്കും, പെട്ടെന്ന് പിണങ്ങുന്ന ആളായിരിക്കും, പെട്ടെന്ന് പിന്നെ ഇണങ്ങുന്ന ആളായിരിക്കും, അമിത സ്നേഹമുള്ള ആളായിരിക്കും, ചിലപ്പോൾ അമിതമായിട്ട് നമ്മളെ മോശമായി ഇത് കാണുന്ന ആളുണ്ടായിരിക്കും. അല്ലാത്ത പല പ്രശ്നങ്ങളുണ്ടാവും പല വീടുകളിലും. അപ്പോൾ പോയി താമസിക്കരുത്. ഇപ്പോൾ ചില മക്കളൊക്കെ അച്ഛനമ്മമാരെ കൊണ്ടുപോയി താമസിപ്പിക്കൂലേ, മരുമക്കളെയൊക്കെ സ്വഭാവം അപ്പോഴായിരിക്കും മനസ്സിലാക്കുന്നതെന്ന് പറയും. അതേപോലെ കൂടെ പോയി വേറെ താമസിക്കാൻ വഴിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് പറയാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുട്ടി അങ്ങനെ അമേരിക്കയിൽ പോയി താമസിച്ച് അവർ മാറി താമസിക്കാൻ പറയും. ഈ കുട്ടി വീഡിയോ ഇട്ട് ഭയങ്കര കോൺട്രവേഴ്സിയാണ്, പ്രശ്നമാണ്.
അപ്പോൾ നിങ്ങൾ അതിൽ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ പോകാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു വീട്ടിൽ എന്താണ് അവസ്ഥയെന്ന് നോക്കാതെ ഒരു സമയത്തും അങ്ങനെ പോയി നിൽക്കാനോ അവരുടെ കാര്യങ്ങൾ ഇടപഴകാനോ പറ്റില്ല. കാരണം പണ്ടത്തെ കാലത്ത് അയൽവക്കക്കാർ എപ്പോഴും ഇവിടെ വീട്ടിലുണ്ടായിരിക്കും. നമ്മൾ അങ്ങനെയൊക്കെ ജീവിച്ചവരാണ്. ഞാൻ അങ്ങനെയാണ്. എൻ്റെ വീട്ടിൽ എപ്പോഴും എൻ്റെ ആൾക്കാരുണ്ടാവും. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ അങ്ങനെയൊക്കെ വന്നിരുന്ന് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും നമുക്ക് ഒളിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്, മറച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ആർക്കായാലും ഡിമിത്ര എന്ന് പറയുന്ന ഓർണമെൻറ്റ്സ് വേണമെങ്കിൽ പറയുക. എല്ലാത്തരം ഓർണമെൻറ്റ്സും ഉണ്ട്. പിന്നെന്താ, അത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ നീണ്ടു പോയാൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ വീൽ ചെയറിൽ ഇരിക്കുകയാണ്. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കോസ്റ്റ്യൂം പിന്നെ മീന തെരസിൽ തച്ച് തന്ന ഡ്രസ്സാണ്. മാല ഇഷ്ടപ്പെട്ടോ അത് പറയൂ. കാരണം മാലയ്ക്ക് പറ്റിയ കോസ്റ്റ്യൂം അല്ല ഞാൻ ധരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇവിടെ ഒരാൾ കിടന്ന് ഉറങ്ങുന്നു. ആളുടെ ഡിസ്റ്റർബ് ചെയ്യുകയാണ് ഞാൻ. ആൾ നല്ല ഉറപ്പാണ്, ഉണർന്ന് കിടക്കുന്നത്, എന്നെ നോക്കിക്കൊണ്ട് കിടക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. അതായത് ഉറങ്ങിപ്പോടാ. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പെസഹ ദിന ആശംസകൾ പറയൂ. പെസഹ ദിനത്തിന് പറയൂ. ആശംസകൾ പറയൂല. പെസഹ വ്യാഴാണെന്നറിയാം. പെസഹ ആചരണം ഇല്ലേ? അപ്പോൾ എല്ലാവരും എളിമപ്പെടുക. അപ്പോൾ എൻ്റെ എളിമപ്പെട്ട് എൻ്റെ കാലിലൊക്കെ തൊഴുത് എൻ്റെ കാലൊക്കെ തുടച്ചതാ. ഈ എളിയവരിൽ ഒരുവന് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിനെ അനുസ്മരിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ടാറ്റാ.